കേരളത്തിൽ 21 വയസ്സുള്ള ഒരു പയ്യൻ ലോൺ ആപ്പുകളുടെ ഹറാസ്മെന്റ് സഹിക്ക് വയ്യാതെ ആത്മഹത്യ ചെയ്തു എന്നുള്ളത്. അവൻ എന്തോ ഒരു അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് ലോൺ എടുത്തായിരുന്നു. അവന് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്ന സമയത്ത് ഈ ലോൺ ആപ്പുകാർ അവനെ വിളിച്ച് ഹറാസ് ചെയ്യാനായിട്ട് തുടങ്ങി, ഭീഷണിപ്പെടുത്താനായിട്ട് തുടങ്ങി. ഈവൻ അവൻ്റെ മോർഫ് ചെയ്ത ഫേക്ക് ഫോട്ടോസും വരെ നിർമ്മിച്ച് അവൻ്റെ കോൺടാക്ട്സിലുള്ള എല്ലാ ആൾക്കാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയായിരുന്നു. അവൻ അവസാനം മറ്റു മാർഗ്ഗമില്ലാതെ അവൻ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. അപ്പം ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത് നമുക്ക് ഈ ഫേക്ക് ലോൺ ആപ്പുകളെ നമുക്ക് കണ്ടെത്താം എന്നുള്ളതാണ്. പലപ്പോഴും നിങ്ങൾക്ക് കോളുകളായിട്ടും മെസ്സേജുകളായിട്ടൊക്കെ വരാറുണ്ട്, ഇൻസ്റ്റൻറ്റ് ലോൺ തരാം, വേറെ ഡോക്യുമെൻറ്റ്സോ കാര്യങ്ങളൊന്നും ആവശ്യമൊന്നുമില്ല, സിബിലിൻ്റെ ചെക്കിങ് ആവശ്യമില്ല, പെട്ടെന്ന് നിങ്ങൾക്ക് ലോൺ നിങ്ങൾക്ക് തരുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് 5 ലക്ഷം രൂപയുടെ പ്രീ അപ്രൂവ്ഡ് ലോൺ ഉണ്ട്, 1 ലക്ഷം രൂപയുടെ പ്രീ അപ്രൂവ്ഡ് ലോൺ ഉണ്ട് എന്നൊക്കെ പറഞ്ഞൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്കൊരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ലോൺ ലെൻഡർ ആണ് എന്നുണ്ടെങ്കിൽ അവർ RBIയിൽ ഒരു NBFC ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്കുമായിട്ടോ NBFC ആയിട്ടോ അവർ പാർട്ട്ണർ ആയിട്ടുണ്ടായിരിക്കണം. ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് RBIയുടെ വെബ്സൈറ്റ് നമ്മൾ സന്ദർശിച്ച് NBFC ലിസ്റ്റ് നമുക്ക് നോക്കാം. ആ ലിസ്റ്റിൽ ഇവരുടെ പേരുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്ന് നമുക്ക് ഉറപ്പ് വരുത്താം. ഓക്കെ. രണ്ടാമതായിട്ട് ഇവരുടെ ഏറ്റവും വലിയൊരു വജ്രായുധം എന്ന് പറയുന്നത് നമ്മളെ എന്ത് ചോദിക്കും, നമ്മുടെ ഫോണിൻ്റെ പെർമിഷൻസ്, SMS-ൻ്റെ, മൈക്രോഫോണിൻ്റെ, ഫോട്ടോസിൻ്റെ, കോൺടാക്റ്റിൻ്റെ, ലൊക്കേഷൻ്റെ എല്ലാത്തിനും പെർമിഷൻ ചോദിക്കും. ഒരു ലെജിറ്റിമേറ്റ് ആയിട്ട് ലെൻഡർ ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന പെർമിഷൻസ് ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ അവർ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പിന്നീട് ലോൺ ഡിഫോൾട്ട് ആവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളെ അവരെ ഭീഷണിപ്പെടുന്ന ഹറാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ്. പിന്നെ അടുത്തത് ഇൻസ്റ്റൻറ്റ് ലോണാണ്. 5 മിനിറ്റ് ലോൺ തരാം, 10 മിനിറ്റ് ലോൺ തരാം, വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ആ ഒരു പ്രൊമോഷനൊക്കെ ചെയ്ത് നമ്മളെ കറക്കി വളച്ചെടുത്ത് നമ്മളെ കൊണ്ട് ലോൺ എടുപ്പിക്കുക എന്നാണ്. അതൊക്കെ ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരാണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങ് ഉറപ്പിക്കാം. പിന്നെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 5000 രൂപയായിരിക്കും നമുക്ക് ലോൺ വേണ്ടത്. 5000 രൂപയ്ക്ക് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്നു. പക്ഷേ നമുക്ക് ക്രെഡിറ്റായി നമുക്ക് കിട്ടുക എന്തായിരിക്കും, 3000 രൂപയായിരിക്കും. അവിടെ തന്നെ നല്ലൊരു എമൗണ്ട് ഇത് കട്ട് ചെയ്തു 7 ദിവസം കഴിഞ്ഞ് നമുക്ക് തിരിച്ചടയ്ക്കണം. അപ്പോൾ നമ്മൾ അടയ്ക്കേണ്ടത് ചിലപ്പോൾ 6000, 7000, 8000, 10000 രൂപയായിരിക്കും നമ്മൾ അടയ്ക്കുക. ഹൈ ഇൻട്രസ്റ്റ് റേറ്റ്. അതും ഈ ഫേക്ക് ലോൺ ആപ്പുകളുടെ ഒരു തിരിച്ചറിയാനുള്ളൊരു കാര്യമാണ്. പിന്നെ ഒരു ഫേക്ക് ലോൺ ആപ്പാണ് എന്ന് അറിയാൻ വേണ്ടി അടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് ഇവരുടെ റിവ്യൂസ് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഗൂഗിൾ റിവ്യൂസ് നമുക്ക് നോക്കാവുന്നതാണ്. ഇവരുടെ ഫിസിക്കലായിട്ടുള്ള അഡ്രസ്സ്, ഇമെയിൽ അഡ്രസ്സ് നമുക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ്. കോൺടാക്ട് നമ്പേഴ്സ് വെരിഫൈ ചെയ്യാവുന്നതാണ്. ഇവരുടെ പ്രൈവസി പോളിസിയും മറ്റും നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാവുന്നതാണ്. അല്ലേ, നമുക്ക് പെട്ടെന്ന് ലോൺ എടുക്കാതിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ പ്രൈവസി പോളിസിയും കാര്യങ്ങളൊന്നും നമുക്ക് വായിച്ച് നോക്കില്ല. പക്ഷെ അത് വായിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ലോണുകൾ മറ്റു കാര്യങ്ങൾ നമുക്ക് എടുക്കാനായിട്ട് പോകേണ്ടത്. ഇനി ഫേക്ക് ലോൺ ആപ്പാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്. നമുക്ക് RBIയുടെ പോർട്ടലിൽ തന്നെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അവിടെ എന്ത് ചെയ്യുക, കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക. നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ നമുക്ക് എന്ത് ചെയ്യാം, കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതേപോലെ സൈബർ ക്രൈംസിന് വേണ്ടി ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട് 1930 1930. അവിടെ വിളിച്ച് നമുക്ക് കംപ്ലയിൻറ്റ് പറയാവുന്നതാണ്. പോലീസിലും സൈബർ സെല്ലിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, കംപ്ലയിൻറ്റ് പറയാവുന്നതാണ്. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, മെസ്സേജുകളോ പ്രൊമോഷൻസ് കോൾസോ ലോണുമായി ബന്ധപ്പെട്ട് വരുവാണെങ്കിൽ അത് സൂക്ഷിച്ചോളുക. സൂക്ഷിച്ചാൽ ദുഃഖിക്കണം.